സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി ഉന്നയിച്ച ശേഷം ഏവർക്കും പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. വലിയ ചതി നടന്നിട്ടും ദിയയും കുടുംബവും കാണിച്ച പക്വത ജനങ്ങൾക്കിഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ച. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറായി ദിയ മാറി. ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷും ചർച്ചയിലേക്ക് വന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ദിയയും അശ്വിനും വിവാഹം ചെയ്തത്. പ്രണയവിവാഹമായിരുന്നു. പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇരുവർക്കും സാധിച്ചു. നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. കൗതുകകരമായ മറ്റൊരു കാര്യം, ദിയയുടെ മുൻ കാമുകൻ വൈഷ്ണവിൻ്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ എന്നതാണ്. അക്കാലത്ത് ദിയയുടെ വ്ലോഗുകളിൽ അങ്ങിങ്ങായി അശ്വിനുണ്ട്. മൂവരും ഒരുമിച്ചുള്ള പഴയൊരു വീഡിയോയും ദിയയുടെ വിവാഹത്തിന് ശേഷം വൈഷ്ണവ് നൽകിയ അഭിമുഖവും ചേർത്തുള്ള ഒരു റീലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന ചോദ്യത്തിന് വൈഷ്ണവ് മറുപടി നൽകുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല. നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെൻറ്റുകൾ വേണം. എൻ്റെ തെറ്റായിരുന്നു. എല്ലാവരെയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയത്. ഇപ്പോൾ ഞാൻ മാറി ചിന്തിക്കുന്ന ആളാണ്. അതാണ് മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചതെന്നായിരുന്നു വൈഷ്ണവിൻ്റെ മറുപടി. ഇതിനൊപ്പം ദിയയും വൈഷ്ണവും പ്രണയത്തിലായിരുന്ന സമയത്തെ അശ്വിൻ്റെ വീഡിയോയും പ്രചരിക്കുന്നു. മൂവരും ഭക്ഷണം കഴിക്കുകയാണ് വീഡിയോ. ദിയ കൃഷ്ണയാണ് നമ്മുടെ ഓക്സിജൻ എന്നാണ് അശ്വിൻ പറയുന്നത്. വൈഷ്ണവ് അവൻ പറയുന്നത് കേട്ടോ, ഞാൻ അവൻ്റെ ഓക്സിജനാണെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിന്റെ സൺലൈറ്റ് ആണെന്നെങ്കിലും ഒന്ന് പറയുന്നത് ദിയ ഇത് കേട്ടപ്പോൾ വൈഷ്ണവിനോട് പറയുന്നുണ്ട്. റീലിന് നിരവധി പേർ കമൻറ്റുമായി എത്തി. നിരവധി പേർ ദിയയെ പിന്തുണച്ചു. വൈഷ്ണവ് ദിയയ്ക്ക് ബഹുമാനം നൽകിയില്ലെന്നും അതുകൊണ്ടാണ് ദിയ ബന്ധം ഉപേക്ഷിച്ചതെന്നും കമൻറ്റുകളുണ്ട്. തന്നെ അവഗണിക്കുന്ന വൈഷ്ണവിനേക്കാൾ എന്തുകൊണ്ടും നല്ല പങ്കാളി അശ്വിനാണെന്ന് ദിയയ്ക്ക് തോന്നിയിരിക്കാമെന്നും അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും കമൻറ്റുകളുണ്ട്. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വൈഷ്ണവ് ദിയയുടെ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചത്. ജീവിതത്തിൽ പഠിച്ച കാര്യവും വൈഷ്ണവ് അന്ന് പങ്കുവെച്ച്, കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. കൂടെ 5 പേരുണ്ടെങ്കിൽ അതിൽ 1-2 പേർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നത്. അതൊരു പ്രശ്നമാകും. ഫ്രണ്ട്ഷിപ്പ് അല്ല, എല്ലാ ഷിപ്പും പോകും. അവസാനം ഷിപ്പ് മുങ്ങുമെന്നും അന്ന് വൈഷ്ണവ് പറഞ്ഞു. ബ്രേക്കപ്പിനെ കുറിച്ച് നേരത്തെ ദിയ തുറന്ന് സംസാരിച്ചിരുന്നു. പരമാവധി സഹിച്ചു ബന്ധം നിലനിർത്താൻ ശ്രമിച്ചതാണ്. നേരത്തെ ഒഴിവാക്കേണ്ട ബന്ധമായിരുന്നു. അതിൽ തൻ്റെ 100% നൽകിയതിനാൽ മൂവ് ഓൺ ചെയ്യാൻ എളുപ്പമായിരുന്നെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു.